ഹായ് ക്യൂട്ടീസ്. ഈ ഡ്രോയിങ്ങിന്റെ ഔട്ട്ലൈൻ വരച്ചത് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ആർട്ടാട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ആർട്ടാണ്. വീഡിയോയിൽ ഞാനിട്ട് 3D സെന്റാങ്കിൾ ആർട്ട് കണ്ടിട്ട് അതിൽ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, ജിയോമെട്രിക്കൽ ചാർട്ട് എന്ന്. ശരിക്കും അതിന് അങ്ങനെയാണ് അത്രേ പറയുന്നത്. ഞാൻ ഇത്രയും നാള് 3D സെന്റാങ്കിൾ ആർട്ട് എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ആർട്ടിനകത്ത് നിങ്ങൾ ഈ ഔട്ട്ലൈൻ വരച്ചത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വരച്ചാണ്. ഇത് ഞാൻ ചെയ്യണമെന്ന് നിങ്ങളോട് ഒരിക്കലും പറയില്ല. ഇതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 12 സെന്റിമീറ്ററും 18 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ. അതിനകത്ത് 2 സെന്റിമീറ്റർ വെച്ചിട്ട് സ്ക്വയേഴ്സ് വരയ്ക്കും. അതിനകത്ത് സ്മോൾ ആയിട്ടുള്ള 2 സ്ക്വയേഴ്സും കൂടെ വരയ്ക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചാൽ മതി. നമുക്ക് ഒരു സ്ക്വയർ എടുക്കാം. ആ സ്ക്വയറിനെ നീ കോൺ വൈസ് ഈക്വലി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ടാവില്ലേ, അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ ട്രയാങ്കിൾ രൂപത്തിൽ കളർ ചെയ്താൽ മതി. ഇതിനകത്ത് കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3D മോഡൽ ഒരു ആർട്ട് കിട്ടും. അങ്ങനെ എല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 3D സെന്റാങ്കിൾ ആർട്ട് കിട്ടും. സെന്റാങ്കിൾ ആർട്ട് അല്ല, ജിയോമെട്രിക്കൽ ചാർട്ട് കിട്ടും. ഒരുപാട് നേരമൊന്നും ഇതുപോലത്തെ ആർട്ടിൽ നോക്കിയിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കണ്ണ് നമ്മുടെ തോന്നുന്നു ഇല്യൂഷൻ പോലെ ആയിരിക്കും. അത് തന്നെയാണല്ലോ പറയുന്നത്, ഇല്യൂഷൻ ആട്ടെന്ന്. അതുപോലെ ആവും. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ആർട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ പിന്നെ കാണാം. ബൈ.